അതേസമയം മുഖ്യമന്ത്രി ചർച്ച വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. തർക്കങ്ങൾ വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിൽ ഫ്ലക്സ് പോരും തുടരുകയാണ്. അലക്സ് റാം മുഹമ്മദ് ഒപ്പം പ്രദീപ് നാരായണൻ കാസർഗോഡ് എന്ന വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം അലക്സിലേക്ക്. അലക്സ്, അപ്പോൾ നിരീക്ഷകരുടെ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒരു വാർത്താ ചിത്രം അത് പ്രധാന വാർത്തയായി മാറുന്ന കാഴ്ച ഇന്ന് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷെ അതൊന്നും ശരിയല്ല എന്ന് തള്ളിക്കൊണ്ട് ഇവിടെ എത്തിയ AICC നിരീക്ഷകർ തന്നെ നിലപാട് വ്യക്തമാക്കുന്നതും കണ്ടു. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഈ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ രഹസ്യ പട്ടിക എന്നതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ധാരാളമായി വന്നിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്താണ് അലക്സ്? പ്രജൻ, ഒന്ന് കേരളത്തിലെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെയും ഒപ്പം ഈ നിരീക്ഷകരായി കേരളത്തിലേക്ക് എത്തിയ ഹൈക്കമാൻഡ് പ്രതിനിധികളെയും കുരുക്കുന്നതാണ് ഈ പുറത്തു വന്ന വാർത്താചിത്രം. കാരണം അങ്ങേയറ്റം രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് ഇന്നലെ KPCC ആസ്ഥാനത്ത് AICC നിരീക്ഷകർ MLA-മാരെ കണ്ടിരുന്നു, വെവ്വേറെ MLA-മാരെ കണ്ട് തങ്ങൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് തങ്ങൾ അനുകൂലിക്കുന്നത്, തങ്ങൾ പിന്തുണയ്ക്കുന്നത് ആരെയാണ് എന്ന് അവർ രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ അഭിപ്രായം ക്രോഡീകരിച്ച് ശേഖരിച്ചിരുന്നു. ആ വിവരമാണ് ഇന്നലെ മുകുൾ വാസനിക്കിന്റെ കയ്യിൽ നിന്ന് ആ പേപ്പറിലുള്ള ചിത്രമായി പുറത്തു വരുന്നത്. ആ പട്ടികയാണ് പുറത്തു വരുന്നത്. ആ പട്ടികയിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഈ തൃക്കരിപ്പൂർ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സന്ദീപ് വാര്യർ, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, TO മോഹനൻ, സനീഷ് ജോസഫ് തുടങ്ങി T സിദ്ദിഖ് വരെ MLA-മാർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നതാണ് ആ വാർത്താ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം നീലകണ്ഠൻ, ഉദുമ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട നീലകണ്ഠന്റെ തൊട്ടടുത്ത കോളത്തിൽ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്ന കോളത്തിൽ ബ്ലാങ്ക് ഇട്ടിരിക്കുന്നതും പുറത്തു വന്നു. അതിൽ വലിയ വിമർശനം. കാരണം ഈ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ KC വേണുഗോപാലിനാണ് MLA-മാരുടെ പിന്തുണ ഭൂരിപക്ഷം എന്ന് KC വേണുഗോപാൽ പക്ഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത്തരം അവകാശവാദവുമായി അവർ മുന്നോട്ട് വരുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ VD സതീശൻ പക്ഷം ഒരു ചെക്ക് വെക്കുകയാണ്. കാരണം നീലകണ്ഠന്റെ പേരിന് നേരെ നീലകണ്ഠൻ ആരെയാണ് പിന്തുണച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവർ ആയുധമാക്കിയത്. നീലകണ്ഠൻ തന്നെ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താൻ ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് AICC നിരീക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. പൊതുജന വികാരം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്ന് തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നീലകണ്ഠൻ തങ്ങളുടെ പക്ഷക്കാരനാണ്, VD പക്ഷക്കാരനാണെന്ന് VD പക്ഷം അവകാശപ്പെടുന്നുണ്ട്. സ്വാഭാവികമായി AICC നിരീക്ഷകരുടെ റിപ്പോർട്ടിൽ KC വേണുഗോപാലിനാണ് മുൻതൂക്കം നൽകുന്നതെങ്കിൽ VD പക്ഷത്തിന് ഇത് ചോദ്യം ചെയ്യാനാകും, ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ കേരളത്തിലെ കോൺഗ്രസിലെ രാഷ്ട്രീയ സാഹചര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.